അങ്ങനെ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ടാഗോർ തിയേറ്ററിലാണ്. നമ്മളിന്ന് സിനിമാ പ്രേമികളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം മറ്റൊന്നുമല്ല, ഒരുപാട് സിനിമകൾ ഇവിടെ പ്രദർശനം നടത്തി, ഒരുപാട് ലോക സിനിമകൾ, മലയാള സിനിമകൾ, ഒരുപാട് സിനിമകൾ പ്രദർശനം നടത്തി. അപ്പോൾ ഈ സിനിമകളുടെയൊക്കെ നിലവാരവും അല്ലെങ്കിൽ കലാമൂല്യവും ഒക്കെ എത്രത്തോളം മികച്ചതായിരുന്നു, അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതൊക്കെ നമുക്ക് സിനിമാ ആസ്വാദകരോട് ഒന്ന് ചോദിച്ചു വരാം. താഴ്ചയൊന്നുമല്ല, നല്ല സിനിമകളാണ് കമ്പാരിറ്റീവ്ലി വളരെ നല്ല സിനിമകളാണ്. മോശമുള്ളതുകൊണ്ട് അത് പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് വരും, അത് ആ മിക്സ് എപ്പോഴും വരും. പൊതുവേ നല്ല സിനിമയാണ്, നല്ല സിനിമ. അല്ല, ഇത് ഈ ആസ്വാദകരുടെ അഭിരുചി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നത്, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന പോലെ ഇരിക്കും, ഒരു സിനിമ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നതിനനുസരിച്ചാണ് കാര്യം. ഇപ്പോൾ ഡോക്യു ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഫിക്ഷൻ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ പിന്നെ ജനറലി അല്ല വരുന്ന നമ്മൾ കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പിന്നെ സെക്സിനോട് താല്പര്യമുള്ള കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കുന്ന ഈ സിനിമ എങ്ങനെ നമ്മൾ കൺസീവ് ചെയ്യുന്നതനുസരിച്ച്. ജനറലി ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോവ ഫെസ്റ്റിവലിനേക്കാളും ബെറ്റർ ഫെസ്റ്റിവൽ ഇവിടുത്തെയാണ് നമ്മൾ പറയുന്നത്. കലാമൂല്യവും ഉയർന്ന കലാമൂല്യമുള്ള ചിത്രങ്ങൾ തന്നെയാണ് കൂടുതലും നമ്മൾ ഇവിടെ കണ്ടത്. നിലവാരം ഉയർന്നത് തന്നെയാണ്. ഈവൻ നമ്മൾ ഇതിനകത്ത് വരുന്ന മലയാള സിനിമ തന്നെ വളരെയധികം നിലവാരം പുലർത്തുന്ന സിനിമകളാണ് ഏതായിരുന്നു ഇഷ്ടപ്പെട്ട സിനിമ? ഇപ്പൊ ഗേൾ വിത്ത് നീഡിൽ നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ പേര് പലതും ഇപ്പോൾ ഗോവ ഫെസ്റ്റിവൽ ഇവിടെ കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മിക്സപ്പ് ആവുകയാണ് പല പേരുകളും. മലയാളം ഫാത്തിമ ഗംഭീരമായിരുന്നു, ഫെമിനിസ്റ്റ് ഫാത്തിമ ഗംഭീരമായിരുന്നു. അതർ സൈഡ് അപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിപ്പം നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്നെനിക്ക് സംശയം. കാസർഗോഡ് വെച്ചിട്ടാണുള്ളൊരു തീമാണ്, പക്ഷേ അതിപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടോ, കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ കലാപരമായിട്ട് ഗംഭീരമായിട്ട്. ഇപ്പോഴും ഈ ഫിലിം മാർക്കറ്റ് നല്ല രീതിയിൽ അവിടെ നല്ല സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഫിലിം മാർക്കറ്റ് അതൊരു നല്ല ഐഡിയ ആണ്, നല്ലൊരു കോൺസെപ്റ്റാണ്, പുതിയ കോൺസെപ്റ്റാണ്. കലാമൂല്യത്തിൻ്റെ കാര്യത്തിൽ ചില ചിത്രങ്ങളൊക്കെ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിട്ടുണ്ട്. ലോക സിനിമാ വിഭാഗത്തിൽ ചിലത് മത്സര വിഭാഗത്തേക്കാളും മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, മോശം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആത്യന്തികമായിട്ട് തൃപ്തി നൽകിയൊരു ചലച്ചിത്രമേള തന്നെയാണ്. സ്ത്രീ സംവിധായകർക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത ചലച്ചിത്രമേളം കൂടിയാണ്. അവരുടെ ഓരോ സിനിമകളും വളരെ മികവാർന്ന നിലവാരം പുലർത്തിയിരുന്നു. മുൻകാലങ്ങളിൽ ഞാൻ വന്നിട്ടില്ലെങ്കിലും പടങ്ങളെ കുറിച്ചിട്ട് വായിക്കാറും അന്വേഷിക്കാറുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നല്ല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ആധുനിക രീതിയിൽ പൊളിറ്റിക്സും പിന്നെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യത്തിലൊക്കെ വരുന്ന ഇതിലൊക്കെ ഒരുപാട് നല്ല ഒരു എലിമെൻറ്റ്സ് അക്കാലത്തിലെ സിനിമകൾ തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരു മലയാളത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ഫാത്തിമ, അത് പൊന്നാനിയുള്ള ഒരു ഗ്രാമം അതേപടി എടുത്തു വെച്ച പോലെ ആ ഒരു ആക്ടേഴ്സാണെന്ന് നമുക്ക് തോന്നില്ല, അത്ര നല്ല രീതിയിലാണ്. അതിൽ അപ്പുറം എന്നുള്ള സിനിമ ഏതാണ്ട് അതിനോട് ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഒരു കർണാടകത്തിൽ ഗോത്രവർഗ്ഗങ്ങളൊരു സിനിമ വന്നിരുന്നു, അത് അതിഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് പറയാതിരിക്കാം, കാരണം തുടക്കം മുതൽ ഒരു ശവം സംസ്കരിക്കേണ്ട ബന്ധപ്പെട്ടൊരു സംഭവം കാണിക്കും. ആ പിന്നെ ഒരു കുടം ഇങ്ങനെ ചുമലിൽ വെച്ചിട്ട് നടന്നിട്ട് പോകുന്ന അവസാനം പൊട്ടിക്കുന്നതോട് കൂടിയിട്ട് ചേതന കത്തുന്ന അത് ഭയങ്കരമായിരുന്നു. പിന്നെ ആദ്യാവസാനം അത് എല്ലാവരും എന്താ പറയുക വളരെ വൈബ്രൻ്റ് ആയിട്ട് നല്ല തോന്നി, നല്ല അനുഭവമായിരുന്നു ആ സിനിമ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ വിദേശ സിനിമകളിൽ അമേരിക്കാറ്റ്സ് എന്നുള്ളൊരു സിനിമ അത് അതിഗംഭീരമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ വളരെ ഫ്ലോപ്പായിട്ടുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല, എങ്കിലും എന്തെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്ന പടങ്ങൾ ഇപ്പം കണ്ടത് ഗേൾ വിത്ത് ലീഡിൽ എന്നുള്ള സിനിമകൾ, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയത്, പക്ഷേ അത് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് അവിടെ വന്ന മുഴുവൻ ആളുകളും തന്നെ അത് നന്നായിട്ട് ഉൾക്കൊണ്ട സിനിമയാണ്. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ സിനിമയ്ക്ക് പോലും വലിയ പ്രൊമോഷനുള്ള തരത്തിലാണ് ഇപ്രാവശ്യം കണ്ടത്. മലയാള സിനിമയൊക്കെ കണ്ട സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നു. പൊതുവെ നിലവാരം ഉയർന്ന തലത്തിൽ തന്നെയാണോ? വരുന്നുണ്ട് പുതിയ തലമുറ പുതിയ കാര്യങ്ങളുമായിട്ട് വലിയ നിലവാരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ പോലും വരുന്നുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് കലാമൂല്യത്തിലാണെങ്കിലും. അല്ല, സിനിമയെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സിനിമകളും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാ സിനിമകളും ഒരുപോലെ ആയിട്ടില്ല. ചില സിനിമകൾ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സബ്സ്റ്റൻസ് പോലുള്ള സിനിമകളല്ലേ, പിന്നെ എമിൽ പെരസ്, ദ ഗേൾ വിത്ത് ദ ന്യൂഡിൽ. പക്ഷേ സംഘടന മികച്ചതാണ്, കാരണം എല്ലാവർക്കും സിനിമ കാണാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ ലൊക്കേഷൻ
പിന്നെ ഏത് മൂവി എവിടെയാണെന്നുള്ളതും. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് സീറ്റ് ഉറപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് പിന്നെ ഭൂരിഭാഗം പേരും സിനിമ കാണാതെ തിരിച്ചു പോയിട്ടില്ല. അങ്ങനെ പിന്നെ അതേ അഭിപ്രായം തന്നെയാണ്. അത് മുൻ വർഷങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോ വർഷവും ഓരോ ടൈപ്പ് ഓഫ് ഫിലിംസാണ്. നമുക്ക് പിന്നെ നമ്മൾ വൈകിയതുകൊണ്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റിയില്ല. കാണാൻ ആഗ്രഹിച്ച സിനിമകൾ ചിലപ്പോൾ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും പക്ഷേ ഒരു ടോട്ടലി ഓരോ ഫിലിം ഫെസ്റ്റിവലും ചർച്ച ചെയ്യുന്ന പോലെ ഒരു 1-2 സിനിമ എടുത്ത് പറയാൻ നേരത്തിൽ അങ്ങനെ ഒരു ചർച്ച വന്നതായിട്ട് തോന്നുന്നില്ല. എന്നാൽ കുറച്ച് മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു.